ഗ്രീൻ ഹാർട്ട് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന സ്ലൊവേനിയയിലാണ് ഞാൻ ഇന്ന് ട്രാവൽ ചെയ്യാൻ വന്നിരിക്കുന്നത്. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സ്ലൊവേനിയയുടെ ക്യാപിറ്റലായ ലുബിയാനയിലാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ്. ആൻഡ് ഇവിടുന്ന് നമുക്ക് നോക്കാം വേറെ എവിടെയൊക്കെ പോവാം, എന്തൊക്കെ ചെയ്യാമെന്നുള്ളത്. സോ നൗ വി ഹാവ് എ സിറ്റി ടൂർ, ഫ്രീ ടൂറാണ്. 9 o'clock in the morning, 15 July to 15th August വരെ ഇതുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുത്ത് നോക്കാം, ലൈക്ക് വാട്ട് ഇഫ് ഐ ഗെറ്റ് എൻ ഓവറോൾ ഐഡിയ ഓഫ് ഇറ്റ്. The city never forgot about his love for her. So as a tribute, they installed a statue of Julia on this square. കറക്റ്റ് 9 മണിക്ക് തന്നെ ഇവർ ടൂർ തുടങ്ങി. സോ തുടങ്ങിയപ്പോൾ തന്നെ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് അങ്ങനെ ഭയങ്കര ഓൾഡ് കൺട്രി ഒന്നും അല്ല, ഇതൊരു കൺട്രി ആയിട്ട് ഫോം ചെയ്തിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. I think 1991. So to start with, ഇതാണ് ഇവിടുത്തെ കോൺഗ്രസ് സ്ക്വയർ. സെയിം. ആൻഡ് ആ കാണുന്നതാണ് ചർച്ച്, ഉർസുലീൻ ചർച്ചാണ്. ആൻഡ് ഇതൊരു ബരോക്ക് സ്റ്റൈലിൽ ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ചർച്ചും കൂടിയാണ്. ആൻഡ് ദിസ് ഈസ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലുബിയാന. ഇതിവിടുത്തെ ഓൾഡസ്റ്റ് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ്. 1919 ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ എത്തിയത് 8:30 in the morning ആണ്. അപ്പം തന്നെ ഞാൻ ലഗേജും വെച്ച് ജസ്റ്റ് ഫ്രഷൻ അപ്പ് ആയിട്ട് 9 o'clock ഈ ടൂറിന് ജോയിൻ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. ദ ഗൈഡ് വാസ് സൂപ്പർ അമേസിങ്. ദ എക്സ്പ്ലനേഷൻ വാസ് സോ നൈസ്. ആ ഒരു എന്തൂസിയാസം ഉണ്ടായിരുന്നു കേട്ടോണ്ടിരിക്കാനും. ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിലാനിനേക്കാളും കുറച്ച് ബെറ്ററാണ്. സമ്മറാണ് ഇവിടെ, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹോട്ട്. ഒരു ഇറ്റ്സ് ഗുഡ്. ലൈക്ക് ഈ ഷെയ്ഡിലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചതേ ഈ യൂറോപ്യൻ കൺട്രി എല്ലാം ഒരേപോലെ ആയിരിക്കും എന്നാണ്. പക്ഷെ അല്ല കേട്ടോ, എന്തൊക്കെയൊക്കെയോ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെ ഉണ്ട്. ഓൾമോസ്റ്റ് ഇപ്പം എന്താ ഒരു ചേർച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഉണ്ടാവും. അതൊക്കെ ശരിയാണെങ്കിലും മൊത്തത്തിലൊരു വ്യത്യാസം തോന്നും നമുക്ക്. ഇപ്പോൾ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനിയൊക്കെ പോലെ അത്രയും ഒരു ഹൈപ്പുള്ള കൺട്രി അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കൊന്നും ഇതിൻ്റെ ഫ്ലാഗ് എന്താണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. സോ സീ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഫ്ലാഗ്. ഞാനിപ്പോൾ പോകുന്നത് ട്രിപ്പിൾ ബ്രിഡ്ജാണ്. സോ പേര് പോലെ തന്നെ 3 ബ്രിഡ്ജ് അടുത്തടുത്തുള്ളത് കൊണ്ടാണ് അതിന് ട്രിപ്പിൾ ബ്രിഡ്ജ് എന്ന് പേര് വന്നത്. ഈ ട്രിപ്പിൾ ബ്രിഡ്ജിലേക്ക് പോണ വഴിക്കാണ് ഈ റിബ്ജ ബ്രിഡ്ജ് ഉള്ളത്. ഈ ബ്രിഡ്ജ് നോർമൽ ഒരു പെഡസ്ട്രിയൽ ക്രോസിംഗ് ആണ്, കണക്റ്റിംഗ് ഓൾഡ് ടൗണും പിന്നെ നേരത്തെ കണ്ട് കോൺഗ്രസ് സ്ക്വയറും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ഇത്. ആ കാണുന്നതാണ് ട്രിപ്പിൾ ബ്രിഡ്ജ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അടിപൊളി വ്യൂ അല്ലേ? ഈ സൈഡ്സിലൊക്കെ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ബാർസ് ഉണ്ട്. ഇവിടുത്തെ വൈനും ബിയറും ഫേമസ് ആണ്. സോ ദിസ് ഐ ഗോട്ട് ഫ്രം ദി ടൂർ ഐ ടുക്ക്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബോട്ട് ടൂർസും എടുക്കാവുന്നതാണ്. 10:30 ആയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ കണ്ടോ, സിറ്റി ഈസ് വെരി ആക്റ്റീവ് ആൻഡ് ലൈവ്. പിന്നെ ഈ സമ്മർ ഹോളിഡേയ്സിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും എല്ലാം. അങ്ങനെ നമ്മൾ ട്രിപ്പിൾ ബ്രിഡ്ജ് എത്തിയിരിക്കുകയാണ്. സോ ദ മിഡിൽ വൺ എന്ന് പറയുന്നത് ഓൾഡ് ബ്രിഡ്ജാണ്. അതിൻ്റെ 2 സൈഡിലും സ്റ്റോൺ ബ്രിഡ്ജ് പിന്നീട് എടുത്തേക്കുന്നതാണ്. ഇതിൽ മിഡിലെ ബ്രിഡ്ജ് 1840s എടുത്തതും പിന്നെ ഈ കാണുന്ന 2 സൈഡിലുള്ള ബ്രിഡ്ജ് 90s സംതിങ്ങിൽ എടുത്തതാണ്. ലേറ്റർ വന്ന സാധനമാണ്. ഇതാണ് ഓൾഡ് വൺ. ആൻഡ് അതർ 2 കമ്പാരിറ്റീവ്ലി ന്യൂ ആണ്. ഈ ബ്രിഡ്ജ് വന്നതിൽ പിന്നെയാണ് ആ 2ഉം എടുത്തേക്കുന്നത്. ഇവിടെ കണ്ടോ, അതാണ് കാസിൽ. പിന്നെ ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് പെഡസ്ട്രിയൻ വാക്കിന് വേണ്ടി മാത്രമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഈ വണ്ടികളൊക്കെ പോകുന്നതെന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ 6 AM to 10 AM മാത്രമേ ഈ വണ്ടികളൊക്കെ അലൗ ചെയ്യുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ കാണുന്ന ഈ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ, അവിടത്തേക്കുള്ള ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരിത്. ആഫ്റ്റർ 10 ഇതൊന്നും ഉണ്ടാവില്ല, യൂഷ്വലി ഉണ്ടാവില്ല. അതാണ് റൂൾ പ്രകാരമുള്ള കാര്യം. ട്രിപ്പിൾ ബ്രിഡ്ജിന് ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു ചേർച്ച് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ അൺലൈക്ക് മറ്റുള്ള ചേർച്ച്, ഇതിൻ്റെ കളർ കണ്ടോ, കളർ കൊണ്ടാണ് ഇതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ദിസ് ഈസ് കളേർഡ് ആസ് പിങ്ക്. ഈ
ചർച്ചിന് ഫ്രാൻസിസ്കൻ ചർച്ച് എന്നാണ് പറയണത്. പ്രൊനൗൺസിയേഷൻ ഐ ഡോണ്ട് നോ, ബട്ട് ഇതുപോലെയാണ് നമ്മൾ എഴുതിയ വായിക്കുക. ആൻഡ് ദിസ് ഈസ് അനദർ സ്ക്വയർ എഗെയിൻ. ഇതിലുള്ള ഈ ചർച്ചും പിന്നെ ആ കാണുന്ന ബിൽഡിങ്ങും ഒക്കെ എർത്ത് ക്വേക്കിൽ സർവൈവ് ചെയ്ത ബിൽഡിങ്സ് ആണ്. ഇനി ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസ് മോസ്റ്റ് ഓഫ് ദി യൂറോപ്യൻ കൺട്രീസ് ബിയറും വൈനും ഇവിടുത്തെ ഫേമസ് സാധനങ്ങളാണ്. പിന്നെ ഇവിടെ യുണീക്കായിട്ട് കേട്ടത്, ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പംകിൻ സീഡ് ഓയിലാണ്. അതെന്ന് വെച്ചാൽ കുക്കിംഗ് ഓയിൽ ആയിട്ടൊന്നും യൂസ് ചെയ്യില്ല, പക്ഷേ ഈ സാലഡിൻ്റെ കൂടെ അല്ലെങ്കിൽ വാനില ഐസ്ക്രീമിൻ്റെ ഒക്കെ കൂടെ അത് യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതല്ലാത്ത ഫുഡെന്ന് പറയുന്നത് സൂപ്പില്ലേ, ഈ നമ്മൾ മൗണ്ടെയ്ൻസിൻ്റെ ഒക്കെ മേലേക്ക് നിൽക്കുമ്പോഴുള്ള സൂപ്പ്, ഈ ക്യാബേജ് സൂപ്പ്. പക്ഷേ ഇതിൻ്റെ കൂടെ സോസേജ് ഒക്കെ ഇട്ടിട്ടാണ് അവർ കഴിക്കുക. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഹണി മേക്കിംഗ് തിങ്. അത് ഏതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹണി ബീയുടെ ഹണിയാണ്. ഈ സ്ലോവേനിയയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കുറേ ലൈക്ക് വോട്ട് ടു സേ കുറേ എംപയേഴ്സിൻ്റെ ഇതായിരുന്നു. ഇനീഷ്യലി അത് റോമൻ എംപയർ ആയിരുന്നു, പിന്നീട് അത് വേറെ പല ഇതും ആയിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് വേൾഡ് വാർ 1 വന്നപ്പം അപ്പോഴും ഇത് പല പല ഇതിൻ്റെ അണ്ടറിലായിരുന്നു, സെർബ്സ്, ക്രോറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ. സോ ഇവരെ യുണൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലാംഗ്വേജാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1991 യൂഗോസ്ലോവിയയിൽ അത് ഇൻഡിപെൻഡൻറ്റ് ഒരു നേഷനായിട്ട് പ്രഖ്യാപിച്ചത്. കൺട്രിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് നമ്പർ ഓഫ് കേവ്സ് ഉള്ളതും ഇവിടെയാണ്. ഇൻ ദ കമ്മിങ് ഡേയ്സ് നമുക്ക് നോക്കാം, പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോകുന്നതായിരിക്കും. സോ ഫസ്റ്റ് ലെറ്റ്സ് സീ എന്തൊക്കെയാണ് ഈ ലുബിയാനയിലുള്ളതെന്ന്. എനിക്കിവിടുത്തെ നെയിംസൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ്, കാരണം ഈ ലുബിയാനയുടെ സ്പെല്ലിങ് ഈ ജെയൊക്കെ വരുന്നുണ്ട് ഇടയിൽ. ഐ തിങ്ക് LJ B അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്നാലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക ലുബിയാന എന്നാണ്. ഞാൻ ബസ്സിൽ ചോദിച്ചപ്പോൾ എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനറിയില്ല, ഇതെന്താ വായിക്കേണ്ടതെന്ന് അറിയില്ലേ. അപ്പം ഞാൻ ടിക്കറ്റ് എടുത്ത് കാണിച്ചെടുക്കും, അപ്പോൾ അവർ ഇതാണല്ലേ എന്ന് പറയും. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തു ലൈക്ക് ബസ്സിൽ സ്റ്റോപ്പൊക്കെ വരുമ്പം അവരെങ്ങനെയത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് സംഭവം എന്ന്. ഈ പാർക്ക് ടിവോളിയും ഇവിടുത്തെ വൺ ഓഫ് ദി ലാർജസ്റ്റ് പാർക്സ് ആണ് ലുബിയാനയിലുള്ള. അപ്പം നമുക്ക് അവിടെയും പോകണം. ആസ് യൂഷ്വൽ എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയാണ് സോളോ ട്രാവൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ലൈക്ക് ഹോസ്റ്റൽസ് നിൽക്കുന്നത്, അല്ലെങ്കിൽ റൂംസ് എടുക്കുന്നത്, ഫുഡ് എന്താ ചെയ്യുക, എക്സെട്ര എക്സെട്ര. സോ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് പോലെ തന്നെ ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലറാണ്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലാണ് ഞാൻ പ്രിഫർ ചെയ്യുക. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിലും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഹോസ്റ്റൽ വേൾഡ് എന്നുള്ളൊരു ആപ്പാണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് മോർ ദാൻ 1.5 ഇയേഴ്സായി അത് യൂസ് ചെയ്യുന്നു. അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും പുറത്തുള്ളപ്പോഴും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യാറ്. ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ മീ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, അൺലെസ് ആൻഡ് അൺടിൽ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ആ സ്ഥലത്ത് നിന്ന് ട്രൈ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കമ്പയർ ടു റെസ്റ്റോറൻറ്റ്സ് ചീപ്പായിട്ട് കിട്ടും, അതങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് സോളോ ട്രാവൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരമില്ല. കാരണം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ പോകാൻ പറ്റുന്നൊന്നും എനിക്കില്ല. എനിക്ക് ട്രാവൽ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങ് ട്രാവൽ ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പൊട്ടധൈര്യം വെച്ചിട്ട് ഒരു പോക്കാണ്. ലൈക്ക് ഒരു വിശ്വാസം എന്താണെങ്കിലും പറയാം. ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ടു സീ ദ കാസിൽ. കാരണം എനിക്ക് നമ്മളിപ്പോൾ പണ്ടൊക്കെ സ്റ്റോറീസൊക്കെ പഠിക്കുമ്പം നമ്മളിങ്ങനെ വിചാരിക്കും, എന്താ ഈ കാസിൽ, ഈ നമ്മൾ കിഡ്സൊക്കെ ആയിട്ടിരിക്കുമ്പം നമുക്കിങ്ങനെ കുറേ സ്റ്റോറീസൊക്കെ നമ്മൾ വായിക്കുമല്ലോ. അത് കൂടുതലും ഈ ഇംഗ്ലീഷ് ബേസ്ഡിലൊക്കെ നമുക്കിങ്ങനെ കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും കാസിൽ എന്ന് പറയുന്നത് ഒരു ഫാൻസി ആയിട്ടുള്ളൊരു സാധനമാണ്. സോ ഈ കാസിൽ എന്നുള്ള വേർഡ് മേക്സ് മീ സോ എക്സൈറ്റഡ്. ആൻഡ് ഈ സ്ഥലത്ത് നമുക്ക് ഇഷ്ടം പോലെ കാസിൽ കാണാം, ജനറലി ഇൻ സ്ലോവേനിയ. നമുക്ക് വേണമെങ്കിൽ ഈ ഡ്രാഗൺ ബ്രിഡ്ജും പിന്നെ മാർക്കറ്റ് പ്ലേസിലും കൂടെ പോയിട്ട് കാസിലിൽ പോവാം. ബിക്കോസ് ഐ വോണ്ടഡ് ടു സ്പെൻഡ് മോർ ടൈം ഓവർ ദെയർ. അതെ, മാർക്കറ്റ് പ്ലേസിലേക്ക് എൻ്റർ ചെയ്തു. ഒക്കെ മാർക്കറ്റ് ഏരിയ ആണ്. സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 3 ഡിഫറെൻറ്റ് പ്ലേസിലായിട്ടാണ്. ഇവിടെ ബേസ്മെൻറ്റിൽ ഒരു മാർക്കറ്റ്,
പിന്നെ ഇവിടെ ഒരു ഓപ്പൺ മാർക്കറ്റ്. ഈ ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് സ്ലോവേനിയയുടേതായ കുറേ കാര്യങ്ങൾ കിട്ടും, ഇവിടെ തന്നെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളും. ബട്ട് ടൂർ ഗൈഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് കമ്പാരിറ്റീവ്ലി സൂപ്പർ മാർക്കറ്റ്സിനെക്കാളും കോസ്റ്റ്ലി ആയിരിക്കും. കാരണം ഇവർക്ക് മൗണ്ടെയിൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഫാം ലാൻഡ്സ് കുറവായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ എന്ന് പറയുന്നത് ഫ്രഷ് സാധനങ്ങളായിരിക്കും. പിന്നെ ഈ സ്റ്റോൺ പില്ലേഴ്സിൻ്റെ ഒക്കെ ബാക്കിലൊക്കെ കുറേ സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഇതുണ്ടാക്കിയ ആള് ഇതുണ്ടാക്കിയേക്കുന്നത് വേൾഡ് വാറിൻ്റെ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ നിന്ന് ഈ ഫണ്ട് കിട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ കിട്ടി, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടി, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഫണ്ട് എന്ന് പറയുന്നത് ഈ വേൾഡ് വാറിന് മുന്നേ അവർ സാങ്ഷൻ ചെയ്തതാണ്. സോ ദാറ്റ് വാസ് നോട്ട് എൻ ഇഷ്യൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വാസ് ആൾക്കാർ. സോ വേൾഡ് വാറിൻ്റെ സമയത്ത് തന്നെ ഇറ്റ് വാസ് എന്താ പറയുക, ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ വെർ സോ അൺഎംപ്ലോയിഡ്. അപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്യാൻ ആൾക്കാരിങ്ങനെ തിരക്ക് കൂട്ടായിരുന്നു. എന്നെ എടുക്കൂ ലൈക്ക് അറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് സർവൈവലാണല്ലോ നമ്മുടെ ലക്ഷ്യം. പിന്നെ റോ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുറേയൊക്കെ അവർ അനധികൃതമായിട്ട് കടത്തിയതാണ്. ആസ് ഇൻ ഇതിന് നമുക്ക് ഒരു ബോർഡർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ബോർഡറിൽ ആ സമയത്ത് ജർമ്മൻസ് ആയിരുന്നില്ല ഇവർക്കുണ്ടായിരുന്നത്, ഇറ്റാലിയൻസ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ കടത്താൻ അത്യാവശ്യം എളുപ്പമായിരുന്നു. സോ ഈ ഇൻഫോർമേഷനൊക്കെ എനിക്ക് ടൂർ ഗൈഡിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഇൻഫോർമേഷനാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ഡ്രാഗൺ ബ്രിഡ്ജ്. ഇത് ഒരു 1900 to 1901 ആ ടൈമിൽ എടുത്തൊരു ബ്രിഡ്ജാണ്. സോ ഇതിൽ കണ്ടോ ഡ്രാഗൺസ് ഇഷ്ടം പോലെ കാണാൻ പറ്റും. അതിപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അവിടെ മാത്രമല്ല വേറെ സ്ഥലത്താണെങ്കിലും കാണാൻ പറ്റും. ഇൻ ജനറൽ ഈ ലുബിയാനയിൽ. ആൻഡ് ഈ ഡ്രാഗൺ സിംബലൈസസ് പവർ, കറേജ്, അതൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് കൈൻഡ് ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചറും കൂടിയാണ് ഇതുപോലത്തെ ബ്രിഡ്ജിൻ്റെത്. പിന്നെ ഇത് മാത്രമല്ല, ക്രിസ്ത്യാനിറ്റി ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഗുഡ് ഓവർ ഈവിൾ എന്നുള്ളതിനൊക്കെ സിംബലൈസും കൂടെ ചെയ്യുന്നതാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. ഐ മീൻ ദ ഡ്രാഗൺ വൺ. ഗാർഡ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ഡ്രാഗൺ സിംബലൈസ് ചെയ്യുന്നത് ബേസിക്കലി ഇവിടെ. ഓക്കെ, എന്തടിപൊളി വ്യൂ അല്ലേ. അടുത്തടുത്ത് ഇഷ്ടം പോലെ ബ്രിഡ്ജ് ഉണ്ട്. അത് വേറൊരു ബ്രിഡ്ജാണ്. വെയിറ്റിംഗ് ടൈം നോക്കി ഇവിടുത്തെ 42 മിനിറ്റ് 38 മിനിറ്റ് ഒക്കെയാണ്. എനിക്ക് നാളെ പോസ്തോന കേവ്സിൽ പോകണമെന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ബസ്സിൻ്റെ ഫ്രീക്വൻസി ഒക്കെ കണക്കാണ്. പോകണതല്ലല്ലോ, തിരിച്ചും വരണ്ടേ. അപ്പം ഞാൻ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോകണോ, എന്നിട്ട് അവിടെ റൂം എടുക്കണോ, അല്ലെങ്കിൽ തിരിച്ചു വരണോ, ഒന്നും അറിയില്ല. ഐ ഹാവ് ടു പ്ലാൻ ദാറ്റ്. ആൻഡ് ഈ ഫൗണ്ടെയിൻ അറിയാമല്ലോ, യൂറോപ്പിലും ഈ ഫൗണ്ടെയിൻസും ഭയങ്കര ബന്ധമാണ്. ഇത് റോമൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള സാധനമാണ്. ഇഫ് യു ഗൈസ് റിമെമ്പർ എൻ്റെ റോമൻ വ്ളോഗ് കണ്ടാൽ ഇതുപോലത്തെ ഉള്ള ആ പിയാസയുടെ നെയിം ഞാൻ മറന്നു, പക്ഷേ ഇങ്ങനത്തെ സിമിലർ സ്ട്രക്ചേഴ്സ് കാണാം. ഇത് കുറച്ച് കുഞ്ഞിതാണ്, അത് കുറച്ചും കൂടെ വലുതാണ്. ആൻഡ് ഇതിൻ്റെ അടുത്ത് കണ്ടോ, ഈ ഒരു ഏരിയ കുറച്ചും കൂടെ ഒരു ഇറ്റാലിയൻ ആർക്കിടെക്ചറുമായിട്ട് ഒരു ബന്ധമില്ലേ. അതായത് ഒരു സ്ക്വയർ ഉണ്ടാവും, അതിന് ചുറ്റും ഒരു കുറേ ബിൽഡിങ്സ് ഉണ്ടാവും, നമ്മുടെ ഈ ഫ്ലോറൻസിലൊക്കെ കണ്ട പോലെ. ഞാൻ കാണിച്ചു തരുന്നത് റിബ്ജി, അത് TRG ആണോ അതിന് വേറെ വല്ല പ്രൊനൗൺസിയേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ദിസ് ഈസ് മോർ ലൈക്ക് എ ഫിഷ് മാർക്കറ്റ്. ഓക്കെ, ആൻഡ് ഈ സ്ക്വയറാണ് ലേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് സ്ക്വയർ ഇവിടെയുള്ള ഈ ഏരിയയിലുള്ള. മറ്റുള്ള സ്ക്വയറൊക്കെ കണ്ടില്ലേ, ഭയങ്കര വലുതാണ്. ഇത് കണ്ടോ, ഒരു കുഞ്ഞി സ്ക്വയറാണ്. ഇത് ഫിഷ് മാർക്കറ്റ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മീനിങ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ പണ്ട് കാലങ്ങളിൽ, ഐ മീൻ പണ്ടല്ല ഇപ്പോഴാണെങ്കിലും, ഈസ്റ്ററിനൊക്കെ സമയത്ത് 40 days ഫാസ്റ്റിംഗ് ഉണ്ടാവുമല്ലോ. അന്നേരം ആ സമയത്ത് ഇവർ ഫുഡ് കഴിക്കില്ല, ഐ മീൻ മീറ്റ് കഴിക്കില്ല, പക്ഷെ ഫിഷ് കഴിക്കും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഉള്ള ഫിഷ് ലൈക്ക് ക്രാബ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളും പിന്നെ അവർ കോസ്റ്റൽ ഏരിയാസിൽ നിന്ന് അത് ഇമ്പോർട്ടും ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തെത്തി. കണ്ടോ, അവിടെയാണ് ഞാൻ പറഞ്ഞ ആ ചർച്ച് ആൻഡ് ട്രിപ്പിൾ ബ്രിഡ്ജ്. Now I think we are good to go to the castle. See guys, അത് പക്ഷേ ഇത്ര ഡയറക്റ്റായിട്ട് എനിക്ക് നേരെ ഒന്നും പോകാൻ പറ്റില്ല, കുറച്ച് ചുറ്റി വളഞ്ഞ് പോകണം.
ബട്ട് ഐ എം സോ എക്സൈറ്റഡ്. ഇതൊക്കെ ഷോപ്സ് കണ്ടോ, നല്ല രസമില്ലേ, ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട്. ഇവിടെയും ഉണ്ട് പല ഷോപ്സിലും ഇങ്ങനെയുണ്ട്. അതെനിക്ക് ഭയങ്കര നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ളൊരു ഫീല് തരുന്നുണ്ട്. കാസിലിൽ പോകുന്നത് ഓൺ ദ വേ ആണ് കത്തീഡ്രൽ ഓഫ് സെയിൻറ്റ് നിക്കോളാസ്. അപ്പോൾ അതിൻ്റെ ഡോറിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതിൽ കുറേ കാർവിങ്സ് ഉണ്ട്, കുറേ ആൾക്കാർ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഐ മീൻ കാർവ് വിത്ത് സ്റ്റോണിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൽ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ കാർവിങ്സ്. ഓക്കെ, ആൻഡ് ഇഫ് യു സീ, എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയത് കണ്ടോ, ഇത് കണ്ടോ, അവർ പിടിച്ചേക്കുന്ന 3 ബുക്സ് കണ്ടോ. ഇതാണ് ഫസ്റ്റ് ടൈം സ്ലോവേനിയൻ ലാംഗ്വേജിൽ എഴുതപ്പെട്ട 3 ബുക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മളൊന്ന് പണി ചെയ്താൽ അതിൽ ആർട്ടിസ്റ്റിൻ്റെ മുഖം വെക്കില്ല. പക്ഷേ അത് അൺലക്കി ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ആർട്ടിസ്റ്റിൻ്റെ മുഖം വെച്ചു. ഇത് ചെയ്ത ആൾ തന്നെ അയാളുടെ ഒരു സിഗ്നേച്ചർ പോലെ ചെയ്തു. ബട്ട് ദെൻ ആഫ്റ്റർ 2 months അയാൾ മരിച്ചുപോയി. പിന്നെ അയാളുടെ നോസ് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഒരു ഗോൾഡൻ കളർ. അത് ടച്ച് ചെയ്താൽ ഗുഡ് ലക്ക് വരും എന്നാണ് വിശ്വാസം. ആൻഡ് ഇതൊരു ഹാൻഡിലാണ്, വേറെ ഒന്നുമല്ല, അതുകൊണ്ടാണ് അത് ഗോൾഡൻ കളറിൽ. സോ ഇതിനൊക്കെ കുറേ സിഗ്നിഫിക്കൻസ് ഉണ്ട്. എനിക്കിപ്പോൾ എല്ലാം ഒന്നും ഓർമ്മയില്ല. ബട്ട് ആ ബുക്കിൻ്റെത് ഐ ഫെൽറ്റ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. സോ യെസ്, ഇതാണ് സെൻറ്റ് നിക്കോളാസ് കത്തീഡ്രലിൻ്റെ എൻട്രൻസ്. ഡോഴ്സൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലേ. ദ വേ ടു കാസിൽ. ഞാൻ കുറേ സമയമായില്ലേ കാസിൽ പോവാന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി എവിടെയും ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല. ഇതാണ് കാസിലേക്ക് പോകേണ്ട വഴി. ഞാൻ ഇനീഷ്യലി ഈ വെക്കേഷനിൽ ട്രാവൽ പ്ലാൻ ചെയ്തത് ഗ്രീസിലായിരുന്നു. അപ്പോൾ അവരൊക്കെ ചോദിച്ചപ്പം ഭയങ്കര ചൂടാണ്, എൻജോയ് ചെയ്യാൻ പറ്റില്ല, ടൂറിസ്റ്റ് ആയിരിക്കും. ആൻഡ് പിന്നെ എൻ്റെ പ്ലാൻ സ്പെയിനും പോർച്ചുഗലും ആയിരുന്നു. സെയിം. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് സ്ലോവേനിയ പോവാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഓസ്ട്രിയ, ഹംഗറി അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവരും അങ്ങനെയാണല്ലോ ട്രാവൽ ചെയ്യുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പലരും ജസ്റ്റ് ഹോപ്പിങ് ചെയ്യുക. അത് ഞാനിത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാനായിട്ട്. പക്ഷേ എനിക്ക് ജസ്റ്റ് എന്താ പറയുക, ഇങ്ങനെ ഹോപ്പിങ് ചെയ്ത് പേരിനായിട്ട് ആ കൺട്രി കാണണ്ട, ഫീൽ ചെയ്തുകൊണ്ട് കാണണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഫസ്റ്റ് ലെറ്റ് മീ സീ ദിസ് സ്ലോവേനിയ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. കാരണം കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടപ്പം എനിക്ക് ഈ പ്ലേസ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായി തോന്നി, സ്ലോവേനിയ, കമ്പയർഡ് ടു മറ്റ് 3 കൺട്രീസ് ഐ തോട്ട് ഓഫ് വിസിറ്റിങ്. കയറ്റായതുകൊണ്ട് സംസാരിച്ചുകൊണ്ട് കയറുന്നതുകൊണ്ട് കിതപ്പ്. അല്ല കണ്ടോ, നല്ല കയറ്റാണ്. ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ലെവലിൽ നിന്ന് തുടങ്ങിയതാണ്. ഓഫ് കോഴ്സ് ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ലെവലാണ് ഈ കാണുന്നത്. ഇനി ഇവിടുന്ന് അതുകൊണ്ട് അങ്ങനെ കയറി പോകണം. 2 കെട്ടി താഴെ പോകാണ്ടിരുന്നാൽ മതി. 2 റൂട്ടുണ്ട്. ഒന്ന് ഭയങ്കര സ്മൂത്തായിട്ട് വരാൻ പറ്റും, ഒന്ന് കുറച്ച് ടഫാണ്. നമ്മൾ പിന്നെ റിസ്ക് എടുക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഇത് തന്നെ കയറി. കുഴപ്പമുണ്ടായിരുന്നില്ല, ഗ്രിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഷൂവും ഗ്രിപ്പും അത്യാവശ്യം നല്ലതായിരുന്നു. സോ അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഇന്നലെ ഒരു പോളൊക്കെ നടക്കാൻ പറ്റിയിട്ടില്ല. ഹോസ്റ്റലിൽ ചെക്ക് ഇൻ 3 മണിക്കാണ്. സോ അങ്ങനെ ബാഗ് അവിടെ വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ മെല്ലിന് ഇതൊക്കെ കണ്ടിട്ട് മെല്ലിന് ഞാൻ ചെക്കിനൊക്കെ ചെയ്യുന്നുള്ളൂ. എനിക്കിനി കഷ്ടപ്പെട്ട് ഇത് കയറണ്ടെന്നുണ്ടെങ്കിൽ ഇതേ കേബിൾ സർവീസ് ഉണ്ട്. ഇത് വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഇവിടെ ഇങ്ങനെ ബെഞ്ചസ് ഉണ്ട്, ലൈക്ക് മുകളിലോട്ട് കയറുമ്പം. ഞാൻ വെച്ച് കുറച്ചിന് ഇവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച്, കാരണം എനിക്ക് നല്ല തലവേദന എടുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പവർ ബാങ്ക് എടുത്ത് ഫോണ് ചാർജിനുണ്ടണം. കാരണം പബ്ലിക് പ്ലേസിലൊന്നും ഞാൻ അങ്ങനെ ബാഗ് തുറന്നിട്ടില്ല, കാരണം എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അതിലാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു രാജസ്ഥാനിലുള്ള ഒരു ഫാമിലീനെ പരിചയപ്പെട്ടു. അവരുടെ പാസ്പോർട്ട് കളഞ്ഞുപോയി. അവർ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ അപ്പോൾ തന്നെ അവർ പോലീസിനെ ഇൻഫോം ചെയ്തു.
പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫ്ലൈറ്റ് എടുക്കാൻ പറ്റില്ല, കാരണം പാസ്പോർട്ട് കളഞ്ഞു പോയതുകൊണ്ട് തന്നെ. സോ അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ട്രാവൽ എടുക്കുന്നതിന് മുന്നേ ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ കുറച്ചൊരു ടെൻഷൻ കയറി. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്ത് ചെയ്യും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ. അവരൊരു ഫാമിലിയാണ്, ദേ വർ ട്രാവലിംഗ് ടു, അവർ ഇന്ത്യയിൽ നിന്ന് വന്നതാണോ ജർമ്മനിയിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്കല്ല, ബട്ട് ദേ ആർ ഇൻ ഇന്ത്യൻ ഫാമിലി. അപ്പം അങ്ങനത്തെ ഒക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ബി വെരി കെയർഫുൾ നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, കാരണം പിക്ക് പോക്കറ്റേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ ഉണ്ടാവും. അപ്പം കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതും ഞാൻ ജനറലി എല്ലാവരുടെ അടുത്തും പറയുന്നതാണ്, എസ്പെഷ്യലി ഗേൾസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ഞാൻ മുന്നത്തെ വീഡിയോസിലും ഏതിലൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്നെ ഇതിനിപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓൾവേസ് കീപ് പവർ ബാങ്ക് വിത്ത് യു ആൻഡ് ഒരിക്കലും ചാർജ് ഡൗൺ ആക്കാണ്ടിരിക്കുക. എപ്പോഴും മാക്സിമം ചാർജിൽ കൊണ്ട് നടക്കുക. പിന്നെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. സോളോ ട്രാവലിൻ്റെ ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. പിന്നെ അതുപോലെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഫോളോ ചെയ്യാറുള്ള കാര്യം, എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യുക, എന്നാരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. നല്ല രസമില്ലേ ആ സൂര്യൻ അങ്ങനെ കാണാനായിട്ട്? അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, and here comes the beautiful castle. നമ്മൾ രാവിലെ കണ്ട കുറേ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് താഴെ നോക്കി കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ സിറ്റി. പക്ഷെ ക്യാമറയിൽ എനിക്കത് അത്ര ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സൂം ചെയ്തെടുക്കുകയാണേ. ബ്രിഡ്ജിൽ നിന്ന് അവിടെ നിന്ന് കാണിച്ചെന്നില്ലേ, അത് ഈ പാർട്ടാണ് കേട്ടോ കാസിലിൻ്റെ. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, അത് ഏത് സൈഡാണാവോ? കണ്ടോ, ആൾക്കാർ നടന്നു പോകുന്നുണ്ട് അതിലൂടെ. ലെറ്റ്സ് സീ. നല്ലൊരു മൂവി വൈബ് തരുന്നില്ലേ, ഒരു ഹോളിവുഡ്. ഹൗ ബ്യൂട്ടിഫുൾ. ആസ് ഐ ടോൾ, ഞാൻ അവരുടെ അടുത്ത് കൺഫേം ചെയ്തു കാസിലിനകത്ത് പോകാൻ നിങ്ങൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ബട്ട് ടവറിൽ പോകണ്ടെങ്കിൽ, ക്ലോക്ക് ടവറിൽ പോകണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് എ ടിക്കറ്റ്. സോ ഇതാണ് കാസിലിൻ്റെ അകത്ത്. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് നല്ല ഭംഗിയുണ്ടല്ലേ. ടൈം ഇപ്പോൾ 1:30 ആയിരിക്കുന്നു ഗൈസ്. മൊത്തത്തിലുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ ഇത് നോക്കിയാൽ. ഇതെവിടേക്കാ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ മേലെ കാണിച്ചില്ലേ, ഇത്തിരി മേലെ, അവിടേക്കുള്ള സ്റ്റെപ്സാണിത്. ഒരു സൈഡിലുള്ള വ്യൂ ആണിത്. അതിൻ്റെ മേലെ കയറിയാൽ ഇത് വേറെ സൈഡിലുള്ള വ്യൂ. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. മൊത്തത്തിൽ ഈ കാസിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും കേട്ടോ. ഇവിടെ തന്നെ ഒരു പെൻറ്റഗണൽ ടവർ ഉണ്ട്. സോ അതെന്താന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി 5 walls, 1, 2, 3, 4 and 5. കണ്ടു റൂഫ് ടോപ്പ് പെൻറ്റഗൺ ഷേപ്പ്. ഇവിടേക്ക് ഇതുപോലെ കുറേ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ക്യൂട്ടായിട്ടില്ലേ? ഇവിടെ ഒരു ആർച്ചേഴ്സ് ടവർ ഉണ്ട്. സോ ഇനി അതെന്താണെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. വിനി വൈൻസ് ഓരോ ഇയർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനാണോ എന്നറിയില്ല.
പിന്നെ 2030-35 അങ്ങനെ ആണ് മേലോട്ടുള്ളത്. സോ ഐ തിങ്ക് മേ ബി ഓരോ വർഷം ഇവരിത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് 2025 ആൻഡ് ഓവർ ഹിയർ 2000 ഏറ്റവും താഴെ കിടക്കുന്ന ഓൾഡസ്റ്റ് ഇതാണ് കേട്ടോ. 1999 വൈൻസാണിത്. പിന്നെ 2000, 2001, 2002 അങ്ങനെ ഇപ്പം നിലവിൽ 2025 വരെ ഇവർ ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പം സെറ്റല്ലേ ഗായ്സ്. ഇങ്ങോട്ട് ഞാൻ വരുമ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്തോ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടെന്ന്. അത് ആക്ച്വലി ഒരു സ്റ്റെപ്സാണ്. അതിലൂടെയാണ് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുന്നത്. നമ്മൾ സ്ലൊവേനിയയിൽ വന്നിട്ട് സ്ലൊവേനിയനെ കുറിച്ച് നല്ല വാക്ക് പറയണ്ടേ. അത് ഞാൻ എന്താ നോട്ടീസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മീറ്റ് ചെയ്ത ആരും ആയിക്കോട്ടെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് ആൾക്കാർ. പിന്നെ അത് മാത്രമല്ല നന്നായിട്ട് സംസാരിക്കും, പ്ലസൻ്റ് ആണ്, അപ്രോച്ചബിൾ ആണ്. നമുക്കങ്ങനെ ഇത് തോന്നില്ല. എല്ലാവരും ഒരു സ്മൈലിംഗ് ഫേസോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെറുതെ നെറ്റിൽ അടിച്ചു നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി വേൾഡിലെ ടോപ്പ് 10 സേഫസ്റ്റ് കൺട്രിയിലുള്ള ഒരു കൺട്രിയാണ് സ്ലൊവേനിയ. ആൻഡ് ഈ ഹാപ്പിനെസ് ഇൻഡെക്സിലും അവർക്കൊരു 19 or 21st റാങ്കിങ് ആ ഒരു റേഞ്ചിലുണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. പിന്നെ അധികം ആൾക്കാരും അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് സംസാരിച്ച എല്ലാവരും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അതും സ്ലൊവേനിയൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ടൂറിസ്റ്റിൻ്റെ കാര്യമല്ല. സോ ഇറ്റ്സ് ഗുഡ്. സോ ഫാർ സോ ഗുഡ്. ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരും എൻ്റെ അടുത്ത് ചോദിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. സൊമാലിയും സ്ലൊവേനിയയും രണ്ടാണ്. ഞാൻ എന്തോ പറഞ്ഞപ്പം പറഞ്ഞു ആ ഭയങ്കര പാവപ്പെട്ട ഫുഡിനൊക്കെ പ്രശ്നമുള്ള കൺട്രി അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ കാരണം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്ലൊവേനിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നൊരു കൺട്രി അല്ലല്ലോ യൂറോപ്യൻ കൺട്രീസിനൊക്കെ കുറിച്ച് ആലോചിക്കുമ്പം. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് പിന്നെ എനിക്ക് മനസ്സിലായത് അത് സ്ലൊവേനിയ അല്ല, അത് സൊമാലിയാണ് എന്നാണ്. സോ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് ട്രൂ. ഇത് നല്ല സ്റ്റീപ്പാണ്. കണ്ടോ ആ പള്ളി കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതെന്താ ക്യാമറ വരുമ്പോൾ ഒരു ഭംഗി തോന്നുന്നില്ല, പക്ഷെ നേരിട്ടാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. വലിയൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി വേണം. കുറേയൊക്കെ റോഡ് വഴി ട്രാവൽ ചെയ്യേണ്ടതാണ്. ഒന്ന് ഈ അറ്റം ഒന്ന് ആ അറ്റം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിപ്പം നിലവിൽ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഇന്നിപ്പം ഇവിടെയൊക്കെ കറങ്ങി നാളെ പോസ്തോഞ്ഞ പിന്നെ അവിടെ ഒരു കാസിലുണ്ട്, അവിടെയൊക്കെ പോയി അവിടെ ടിക്കറ്റ്സ് എടുക്കണം, ബുക്ക് ചെയ്യണം. പിന്നെ എന്നിട്ട് ലേക്ക് ബ്ലെൻഡ് അല്ലെങ്കിൽ ലേക്ക് ബ്ലെഡാണ് കേട്ടോ, ബ്ലെൻഡ് അല്ല, അതോ ലേക്ക് ബോഹിൻ അങ്ങനെ ഏതാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നാളെ ലേക്ക് ബ്ലെഡ് മറ്റന്നാൾ പോസ്റ്റോനോ അങ്ങനെ എന്തെങ്കിലും കാണാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ മെല്ലെ ക്രൊയേഷ്യയിലേക്ക് പോയാലോ എന്നുണ്ട്. കാരണം എൻ്റെ മറ്റുള്ള പ്ലാൻസ് നടക്കണ്ടെങ്കിൽ കുറച്ച് കഷ്ടമാണ്. ഒന്നാമത് ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അക്കോമഡേഷൻ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ റാൻഡായിട്ട് നോക്കിയപ്പം അവരെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പം അക്കോമഡേഷൻ കാണുന്നില്ല. സോ മോസ്റ്റ്ലി ഐ വിൽ ബി സ്പെൻഡിങ് 2 more days ഹിയർ. എന്നിട്ട് ക്രൊയേഷ്യയിലേക്ക് ചിലപ്പം പോകുമായിരിക്കാം. നോട്ട് ഇറ്റ് ഡിസൈഡഡ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ തന്നെ സർപ്രൈസ്ഡാണ് എൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ട്. എനിക്ക് ഒരു ലക്കും ലഗാതോ അങ്ങനെ എന്തോ അറിയില്ലേ, അതില്ലാണ്ട് നടക്കുന്ന കുട്ടിയാണ് ഞാൻ. ഈ സിറ്റി ജനറലി നല്ല നീറ്റാട്ടോ. അത് പിന്നെ ഈ ഏരിയയുടെ ആണോ ഇത് കൺട്രി മൊത്തം എങ്ങനെയാണോ എന്ന് അറിയില്ല. ബട്ട് കമ്പാരിറ്റീവ്ലി നല്ല നീറ്റാണ്. ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് സ്ലൊവേനിയ ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് യൂറോപ്പിനെക്കാളും കുറച്ചും കൂടെ സ്വിറ്റ്സർലാൻഡുമായിട്ട് ഒരു സിമിലാരിറ്റി തോന്നായില്ല. മേ ബി അത് എൻ്റെ മാത്രം തോന്നലുമായിരിക്കാം. ബട്ട് ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ പോയി. കാരണം എനിക്ക് എൻ്റെ മുന്നത്തെ ഷോർട്സിൽ പറഞ്ഞ പോലെ എനിക്ക് വയ്യണ്ടായിരുന്നില്ല 2 ദിവസം മുന്നേ. പിന്നെ ഇന്നലെ 2 ദിവസമായിട്ടുള്ള പീരീഡ്സ് ആയിട്ട്. അതിന് മുന്നേ ഫുഡിൻ്റെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ വയറ് അത്ര നല്ലൊരു സിറ്റുവേഷനിലല്ല.
അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രൂട്ട്സൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതാണ്. എന്നിട്ട് പോയപ്പോൾ അവിടെ ഞാൻ മഷ്റൂമിൻ്റെ പ്രൈസ് ഓർക്കുന്നുണ്ട്. മിലാനിൽ അത് 1.99 euros ആണേ. കാരണം മഷ്റൂം ഞാൻ അധികം വാങ്ങിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. ഇവിടെ 0.99, 1 euro ഡിഫറൻസ്, വിച്ച് മീൻസ് 100 rupees ഡിഫറൻസ്. ബീങ് ഇൻ ഇന്ത്യൻ ഞാനിതെങ്ങനെ സഹിക്കും? വല്ല കണ്ടെയ്നറും കൊണ്ടുവരേണ്ടതായിരുന്നു. കുറേ ഒരു മാസത്തെ ഷോപ്പിങ്ങും ചെയ്ത് പോവായിരുന്നു. പക്ഷേ ഇവിടെ ജനറലി ഗ്രോസറീസ് ആർ വെരി ചീപ്പ് കമ്പയർഡ് ടു മിലാൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് 4:30 ഞാൻ ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ആ ഒരു പാർക്കിൽ വേണ്ടി മാത്രമേ പോകാനുള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഞാൻ കവർ ചെയ്തു. എനിക്ക് കുറച്ചൊന്ന് ഇരുന്നിട്ടൊക്കെ ഞാൻ പോവുള്ളൂ. ഐ എം സൂപ്പർ ടയേർഡ്. ഈ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയതുപോലെ ഉണ്ട്. എന്തായാലും പാർക്കിൽ ഞാനിപ്പോൾ ഇതുവരെയായിട്ട് പോയില്ല. ഐ വാസ് സോ ടയേർഡ്. അപ്പം ഞാൻ ഹോസ്റ്റലിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കോൾസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ദ ക്ലൈമറ്റ് ഈസ് പ്രിറ്റി കോൾഡ്. എനിക്കിഷ്ടമായി ഇവിടുത്തെ ക്ലൈമറ്റ്. കൊള്ളാം ക്ലൈമറ്റ് വൈസ്. ഇത് സാൽസ ഡാൻസ് ആണോ? അങ്ങനെ ഒരു 8 o'clock ഒക്കെ കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ചുമ്മാ സ്ട്രീറ്റിലൂടെ നടന്നു. ആൻഡ് ഇറ്റ് വാസ് സോ നൈസ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സിറ്റിയിൽ പോകുമ്പോൾ നമ്മളതിൻ്റെ നൈറ്റ് ലൈഫും കൂടെ മനസ്സിലാക്കണം. ആൻഡ് ഞാൻ പാർക്കിൽ പോകുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ആ പാർക്ക് ഓൺ ദ വേ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആ പാർക്കിൽ തന്നെ പോവാമെന്ന്. സോ ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ പാർക്ക്. ഇതിവിടുത്തെ ലാർജസ്റ്റ് പാർക്കാണ്. അവിടെ തന്നെ ആൾക്കാർ കുറേ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. സ്പോർട്സ് ഇവൻറ്റ്സൊക്കെ. പിന്നെ ജസ്റ്റ് പബ്ബിൽ പോയി, പക്ഷേ അധികം അവിടെ നിന്നില്ല. So guys, if you liked my video, please do like, share and subscribe. എന്നെക്കുറിച്ചുള്ള more contents, traveling ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും it will be coming up. Stay tuned.